നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിൻ്റെ പുതിയ ക്ലബ്ബായ IPLലെ പുതിയ ക്ലബ്ബായ ചെന്നൈ സൂപ്പർ കിങ്സ്, മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി മുതൽ രജനീകാന്ത് സിനിമകളിലെ മ്യൂസിക് അവരുടെ പ്രമോ ഗാനങ്ങളിൽ ഉപയോഗിക്കില്ല. ഇക്കാര്യം മദ്രാസ് ഹൈക്കോടതിയിൽ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. ക്ലബിൻ്റെ അധികൃതർ, ക്ലബിൻ്റെ വക്കീൽ ഇക്കാര്യം കോടതിയെ അറിയിച്ചു. സൺ TV നെറ്റ്വർക്ക് ഈ രജനീകാന്തിൻ്റെ സിനിമകളായ കൂലി, ജയിലർ 2 ഈ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത നിർമ്മിച്ച സൺ പിക്ചേഴ്സ് ഉൾപ്പെടുന്ന സൺ TV നെറ്റ്വർക്ക് കോടതിയിൽ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ഈ ഗാനങ്ങൾ ഉപയോഗിക്കുന്ന, മ്യൂസിക് ഉപയോഗിക്കുന്ന, ഈ രജനി ചിത്രങ്ങളിലെ മ്യൂസിക് ഉപയോഗിക്കുന്നത് തടയണം. ചെന്നൈ സൂപ്പർ കിങ്സ് നിരന്തരമായി ഉപയോഗിക്കുന്നുണ്ട്. അത് തടയണമെന്ന് സൺ TV നെറ്റ്വർക്ക് കൊടുത്ത പരാതിയിൽ വാദം നടക്കുമ്പോഴാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വക്കീൽ ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. ഇതുവരെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു, കുറച്ചൊക്കെ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇതുവരെയും ആരും അതിനെ എതിർത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇനി മുതൽ ഞങ്ങളതിൽ അത് ഉപയോഗിക്കില്ല. രജനി ചിത്രങ്ങളിലെ മ്യൂസിക് ഇനി പ്രമോ ഗാനങ്ങളിൽ, പ്രമോ വീഡിയോസിൽ ഉപയോഗിക്കില്ല എന്നാണ് ക്ലബ്ബ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ദീർഘകാലമായി ഒരു അനുമതിയോ കോപ്പിറൈറ്റോ വാങ്ങാതെ ക്ലബ്ബ് അത് ഉപയോഗിക്കുകയായിരുന്നു എന്നായിരുന്നു സൺ TV നെറ്റ്വർക്കിൻ്റെ പരാതി. ഇത് അംഗീകരിച്ച ക്ലബ്ബാണ് പറഞ്ഞത് ഇനി മുതൽ അത് ചെയ്യില്ല, അതല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കോപ്പിറൈറ്റ് വാങ്ങും എന്നിട്ടേ ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു ഉറപ്പാണ് കോടതിക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി തലയുടെ, ധോണിയെ തല എന്നാണല്ലോ പൊതുവെ വിളിക്കുന്നത്, ചെന്നൈയുടെ തല. അപ്പോൾ ആ തലയുടെ പ്രമോ ഗാനങ്ങളിൽ ഇനി സൂപ്പർ ഡൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ചിത്രങ്ങളിലെ മ്യൂസിക് ഉണ്ടാകില്ല.